ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആസ് എൻ HR ഇൻ ദുബായ് ആണ്. ഇത്രയും നാൾ നമ്മൾ നാട്ടിലത്തെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് ദുബായിലെ വിശേഷങ്ങളാവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇത്രയും ഒരുങ്ങിക്കെട്ടി പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഇതേ കാറിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഓഫീസിലേക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ ഓഫീസിൽ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ. സോ ഇത് ഇന്നലെ ലുലുന്ന് മേടിച്ചതാണ്. 9 മണിക്കാണ് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇച്ചിരി ഒന്ന് ലേറ്റായി പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോർണിംഗ് ഞങ്ങൾ കൂടുതൽ ഓർഡറാണ് ചെയ്യുന്നത്. ഇത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ നമ്മൾക്ക് മിറർ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അല്ലേ. സോ ദിസ് ഈസ് മൈ വർക്ക് സ്പേസ്. ഐ നോ ഇറ്റ്സ് വെരി ഗേളി ബട്ട് എനിക്ക് അതൊക്കെ കാണുമ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യാൻ. സോ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം, ഐ സ്റ്റഡീഡ് MBA in HR from Christ University and this is my first company in Dubai. So you all know HR has a lot to yap. So yeah, we are yapping. ആൻഡ് ഇറ്റ്സ് 1 o'clock. നമ്മൾക്ക് 1 hour ബ്രേക്ക്. സോ 1 to 2 വരെ ഞങ്ങൾ സുഭിഷ്ടമായി ഭക്ഷണമൊക്കെ കഴിച്ച് ചിൽ ചെയ്ത് വയറൊക്കെ നിറച്ചിരിക്കുവാണ്. പിന്നെ എങ്ങനെ എനിക്ക് ദുബായിൽ ജോലി കിട്ടി, ഞാൻ എങ്ങനെയാണ് ദുബായിൽ ജോലിക്ക് അപ്ലൈ ചെയ്തത് എന്നൊക്കെ അറിയണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി കുറച്ച് വർക്ക്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ ലാപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഒരു 6:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. സോ ആസ് ഐ മെൻഷൻഡ് ബിഫോർ, ഇറ്റ്സ് സൂപ്പർ ഹോട്ട് ഇൻ ദുബായ്. സോ എങ്ങനെയെങ്കിലും ഒരു ബസ്സിലോ മെട്രോയിലോ കയറി ഇരുന്നാൽ മതി എന്നാണ് എല്ലാവർക്കും തോന്നുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഡ്രൈവറേയും പൊക്കി ബസ്സും പിടിച്ച് മെട്രോ പിടിക്കാൻ മെട്രോ സ്റ്റേഷനിലും എത്തി. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ പൊതുവേ ഇടുന്നത് ബാംഗ്ലൂരിലെ വ്ളോഗ്സും നാട്ടിലെ വ്ളോഗ്സൊക്കെയാണ്. ഇത്ര പെട്ടെന്ന് ഞാൻ ദുബായിലെ വ്ളോഗ്സ് ഇടുന്ന ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ റീസണും ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു, ഒരുപാട് ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിലായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഞാൻ കെട്ടി ഒരുങ്ങി പോകുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ. ഇത്രയും ബിസി ലൈഫിനിടയിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണിത്. ഞങ്ങളൊരു മ്യൂസിക് ബാൻഡാണ്. സോ ഇതാണ് ജോ ചേട്ടൻ, ഞങ്ങളുടെ കീബോർഡിസ്റ്റാണ്. ഞങ്ങളുടെ റിതം പാഡ് വായിക്കുന്ന ചേട്ടനാണ് സ്മിജോ ചേട്ടൻ. ആൻഡ് ഇത് ജോ ചേട്ടൻ്റെ വൈഫാണ്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. ഇവരൊക്കെ ഇവിടെ മുന്നേ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇന്നും ടീമിൽ ഒരുപാട് പേരുണ്ട്. സോ അവരൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പാട്ട് കേട്ടാലോ? പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഫുഡ് കഴിക്കുന്ന ഭാഗമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതാണ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 1 മണിയായി. ആകെ മൊത്തം ടയേർഡായി. ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനി നാളെ സൺഡേ ആയതുകൊണ്ട് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.